കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നമ്മെ ജയത്തോടെ അവിടെ നടത്തുന്നല്ലോ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയം നൽകുന്ന ദൈവത്തിന് നന്ദി പറയണം. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാവണം. ഈ ലോകം നമുക്ക് സമാധാനം തരാതിരിക്കും. കർത്താവ് വിളിച്ചു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക്. ലോകം തരുന്നത് പോലെയല്ല ദൈവം തരുന്ന സമാധാനം, നിലനിൽക്കുന്ന സമാധാനമാണ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവിടുന്ന് നമ്മെ നിറയ്ക്കും. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുകയും തന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. എന്റെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടുണ്ട് മഹത്വത്തോടെ തന്റെ തനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശു പൂർണ്ണമായും തീർത്തു തരാൻ ശക്തനായിരിക്കാൻ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്താൻ അവിടുന്ന് സർവശക്തനാണ്. ആരംഭത്തിങ്കിൽ തന്നെ എല്ലാത്തിൻ്റെയും അവസാനം അറിയുന്നവൻ, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ പുരാതനായ ദൈവം. മോശ പറയുന്നത്, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം, ഞങ്ങളുടെ നീ അനാദിയായും ശാശ്വതമായ ദൈവം, തലമുറകൾ മാറുമ്പോഴും മാറാത്ത ദൈവം, ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ ഉള്ള ദൈവം, സൃഷ്ടിതാവായ ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട്. സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ ഒരു വിഷയത്തെ പരിഹരിക്കാൻ കഴിയില്ലേ? നിർമ്മിക്കാൻ കഴിയില്ലേ? തുറക്കാൻ കഴിയത്തില്ലേ? എന്തുകൊണ്ട് അവിശ്വസിക്കുന്നു? ഒറ്റ വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയവന് നമ്മുടെ വിഷയം സങ്കീർണമാണോ സഹോദരങ്ങളെ? തുടക്കത്തിൽ പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ആരംഭത്തിങ്കിൽ തന്നെ എല്ലാത്തിൻ്റെയും അവസാനം അറിയുന്ന ദൈവത്തിന് നമ്മുടെ നാളുകൾ അറിയാതിരിക്കുമോ? നമുക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? നമ്മെ സഹായിക്കാതിരിക്കുമോ? ആ ദൈവത്തിന്റെ കരം ഇന്നും നമ്മളെ തലോടും. ഉൽപ്പത്തി പുസ്തകം 41:51 നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞു. യോസഫ് തന്റെ ആദ്യജാതന് മനുഷ്യ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രൈം എന്ന പേരിട്ടു. ഇവിടെ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്ന ഭാഗം ശ്രദ്ധേയമാണ്. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനത്തെയും ദൈവം എന്നെ മറക്കുമാറാക്കി. യോസഫിന്റെ പ്രസ്താവനയാണ്. കഷ്ടതകൾ മറക്കുമാറാക്കിയ ഒരു ദൈവം. തന്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടത ചെറുതല്ലായിരുന്നു. വീട്ടിനകത്ത് നിന്ന് തന്നെ തനിക്ക് എതിർപ്പുകൾ. നമുക്കറിയാം, താൻ കണ്ട ദർശനം നടപ്പിലാക്കുമോ എന്ന്, പ്രാവർത്തികമാകുമോ എന്ന് നോക്കുന്ന സഹോദരങ്ങൾ അത് നടക്കുന്നത് കാണട്ടെ, അതിനെ ഇല്ലാതാക്കാൻ നോക്കി. പൊട്ടക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് വിറ്റു.
മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വന്നു. വീടുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. എല്ലാ മേഖലകളും ഒറ്റപ്പെട്ട് മറ്റൊരു ഭവനത്തിലായിരിക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് മാനസികമായും ശാരീരികമായും തകർക്കപ്പെട്ട യോസഫ് കാരാഗൃഹത്തിന് അകത്തായി. പുറത്തിറങ്ങുവാൻ സാധ്യതകളൊന്നും കാണുന്നില്ല. ഒന്നിനു പുറകെ മറ്റൊന്നായി ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടങ്ങളും ഒറ്റപ്പെടലുകളും തകർച്ചകളും ജോസഫിനെ ദൈവം പ്രോസസ് ചെയ്യായിരുന്നു, തകർത്ത് കളയുകയല്ലായിരുന്നു. യോസഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളിയാണ്. സകല തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മതിലിന്മേൽ പടർന്നു. എതിരാളികൾ വിഷമിപ്പിച്ചെങ്കിലും യോസഫിന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അങ്ങനെ കഷ്ടതകളുടെ, ഒത്തിരി നിന്ദകളുടെ, അപമാനങ്ങളുടെ നടുവിൽ മാറ്റി നിർത്തപ്പെട്ടതിന്റെ അനുഭവങ്ങൾ, ഓർക്കാമെന്ന് പറഞ്ഞവർ ഓർക്കാതിരുന്ന സമയങ്ങൾ ഒക്കെ തനിക്ക് വന്നു. പക്ഷെ പിന്നീട് മിസ്രൈമിന്റെ ഏറ്റവും അധികാര ശൃംഖലയിലേക്ക് ഫറവോൻ യോസഫിനെ കൊണ്ടുവരാനുള്ള കാര്യമൊക്കെ നമുക്കറിയാൻ വിവരിക്കുന്നില്ല. ദൈവാത്മാവുള്ള മനുഷ്യനാരാന്ന ദേശത്ത് വെളിപ്പെടുത്തി ജീവനുള്ള ദൈവം. താൻ കണ്ട ദർശനം സമാപ്തിയിലേക്ക് വരുത്തണമെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സിംഗ് അവിടെ വേണമായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് അനുഭവിക്കുന്ന ചില വേദനകളും സങ്കടങ്ങളും നിങ്ങളെ ഇല്ലാതാക്കാനല്ല, നിങ്ങളോട് ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ അത് സഫലമാകാനുള്ള പ്രോസസ്സിങ്ങിന്റെ സമയമാണ്. നിങ്ങളെ ഒരുക്കിയെടുക്കുകയാണ്. ഇവിടെ നിങ്ങൾ തകരില്ല, തളരില്ല, ക്ഷീണിക്കില്ല, കരുത്തോടെ പുറത്തുകൊണ്ട്. എന്നുവെച്ചാൽ ഓർക്കുവാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങൾ ദൈവം യോസഫിനെ മറക്കുമാറാക്കി. ഓർത്താൽ വേദനകൾ ഉളവാകും, ഓർത്താൽ സങ്കടങ്ങൾ വരും, ഓർത്താൽ ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ദൈവം അത് മറക്കുമാറാക്കിയത് അതുപോലെ വലിയ അനുഗ്രഹം യോസഫിന് കൊടുത്തു. യോസഫിനെ മിസ്രൈമിന്റെ മേലധികാരിയാക്കി. ഫറവോൻ പറഞ്ഞു, യോസഫിന്റെ മുമ്പിൽ എല്ലാവരും മുട്ടുകുത്തണം. നോക്കൂ, യോസഫിനെ കുത്തിക്കാൻ നോക്കിയവർ വരെ യോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വന്നില്ലേ സഹോദരങ്ങളെ? ഇന്ന് പകലാത്മശക്തിയോടെ വിളിച്ചു പറയുന്നു, നമ്മളെ മുട്ടുകുത്തിക്കുമെന്ന് പറയുന്നവർ, പ്രാർത്ഥിക്കുന്നവൻ മറ്റാരുടെ മുമ്പിൽ മുട്ടുകുത്തത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ അവന്റെ മുമ്പിൽ ചിലത് മുട്ടുകുത്തും. സ്തോത്രം, വിശ്വസിക്കണം. അങ്ങനെ ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, ദാവീദിനെ തകർക്കാൻ ഫിലിസ്ത്യ ശക്തി വന്നപ്പോഴും ദാവീദ് പറയുക, മല്ലനായ ഗോലിയാത്തിനോട്, നീ നിന്നിട്ടുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. ദാവീദിനെ മുട്ടുകുത്തിക്കുമെന്ന് പറഞ്ഞവൻ ദാവീദിന്റെ മുമ്പിൽ കവിണ്ണു വീഴുകയാണ്. സ്തോത്രം. നീ ശ്രദ്ധിക്കോ, ഇവിടെ യോസഫ് തന്റെ സകല കഷ്ടങ്ങളും മറക്കുമാറാക്കി. ഇനി ആ കഷ്ടതയുടെ, ആ വേദനയുടെ, സങ്കടങ്ങളുടെ, മുറിവുകളുടെ ആഴങ്ങൾ വേട്ടയാടില്ല കേട്ടോ. പലരെയും പല ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് പല വേദനകൾ അനുഭവിച്ച ചില കൈപ്പേറിയ അനുഭവങ്ങൾ നിങ്ങളെ ഒതുക്കുന്നുണ്ട്, നിങ്ങളുടെ മൈൻഡിനെ ഇടിക്കുന്നുണ്ട്. ഇല്ല, തൂകിപ്പോയ വെള്ളം പോലെ അതൊക്കെ മറക്കുമാറാക്കി ദൈവം ദേശത്ത് നിങ്ങളെ നടത്താൻ പോകുന്നു. എത്ര പേർ ഈ ദൂത് ഏറ്റെടുക്കുന്നു? പ്രിയ കുഞ്ഞെ, സഹോദര, സഹോദരി, ദൈവം നിങ്ങളെ സഹായിക്കാൻ പോകുകയാണ്. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. രണ്ടാമത്തെ ഭാഗവും അത് തന്നെയാണ് പറയുന്നത്. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ഒന്ന്, മറക്കുമാറാക്കി. ചിലത് നിന്റെ ജീവിതത്തിൽ ഓർക്കാതെ വണ്ണം സന്തോഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നീ സങ്കടപ്പെട്ട അതേ ദേശത്ത്, വേദനിക്കപ്പെട്ട ദേശത്ത്, പുറത്തിറങ്ങാൻ പറ്റത്തില്ലെന്ന് ഒതുക്കപ്പെട്ട അതേ ദേശത്ത്, നിന്നെ വിധി എഴുതിയവരുടെ നടുവിൽ,
നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ, ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ യോസഫേ എന്ന് പറഞ്ഞവരുടെ നടുവിൽ അവിടെ തന്നെ നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകലിറങ്ങാൻ പോകുക. വിശ്വസിച്ച് ഈ ദൂതേറ്റെടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങൾ ഒത്തിരി പ്രാവശ്യം മെസ്സേജ് കേട്ടതാണെങ്കിലും ദൈവം ചിലരെയൊക്കെ ടച്ച് ചെയ്യാൻ പോകുക. നിങ്ങൾ എവിടെ സങ്കടപ്പെട്ടോ, എവിടെ കുരുങ്ങിയതുപോലായോ, എവിടെ കാരാഗ്രഹത്തിന്റെ അനുഭവം വന്ന് മൂവ് ചെയ്യാൻ കഴിയാത്തടത്ത് ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ സാഹചര്യങ്ങൾ നോക്കരുത്, ഇപ്പോൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങളുടെ ആഴങ്ങൾ നോക്കരുത്. നിങ്ങളോട് വാക്കു പറഞ്ഞ ദൈവത്തിന്റെ വിടുതലിന്റെ വാചനം, ശബ്ദം ഇന്ന് പകൽ നിങ്ങൾ ശ്രവിച്ച് സ്തോത്രം ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ, വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. വലിയ മെറുക്കൾ ഇന്ന് പകലങ്ങ് ചെയ്യുന്നതിന് സ്തോത്രം. നിങ്ങളുടെ മഹത്വമുള്ള പൂജം വെളിപ്പെട്ടു വന്നിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം കഷ്ടതകൾ മറക്കുമാറാക്കുന്നവൻ, സങ്കടദേശത്ത് നമ്മളെ വർദ്ധിപ്പിക്കുന്നവൻ. ഇന്ന് നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ മാറ്റി.